ഹായ്, എൻ്റെ പേര് ദിവ്യ. ഇന്ന് നമ്മൾ MEG 14 ഷോർട്ട് സ്റ്റോറി പാർട്ട് 1 വരുന്ന സോൾട്ട് എന്ന് പറയുന്ന സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സോൾട്ട് മഹാശ്വേത ദേവിയാണ് എഴുതിയത്. ബംഗാളി ലാംഗ്വേജിലാണ് എഴുതിയത്. ട്രാൻസ്ലേറ്റ് ചെയ്തത് ശർമിഷ്ഠ ദത്ത ഗുപ്ത. ഇനി നമുക്ക് മഹാശ്വേത ദേവിയെക്കുറിച്ച് നോക്കാം. മഹാശ്വേത ദേവി ഇന്ത്യൻ ബംഗാളി റൈറ്ററാണ്, ആക്ടിവിസ്റ്റാണ്. 1926 ധാക്കയിലാണ് ജനിക്കുന്നത്. പേഴ്സണൽ ലൈഫിലോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ 1948 ടീച്ചറായിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. തൊട്ടടുത്ത വർഷം തന്നെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുമെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള കാരണത്താൽ അവരെ ഡിസ്മിസ് ചെയ്യും. പിന്നീട് 1956 അവരുടെ ഫസ്റ്റ് നോവലായ റാണി ഓഫ് ഝാൻസി പബ്ലിഷ് ചെയ്യും. അതിനോടൊപ്പം തന്നെ വാലി ആൻഡ് നോട്ടി എന്ന് പറയുന്ന ഒരു വർക്കും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. കരിയറിൽ 1000-ൽ കൂടുതൽ നോവൽസും 20-ൽ കൂടുതൽ ഷോർട്ട് സ്റ്റോറീസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് ചോദിച്ചാൽ ഹജർ ചുറാഷിർ, മാർ ഉഠാലി, അരണ്യർ അധികാർ. അരണ്യർ അധികാർ എന്ന് പറയുമ്പോൾ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. 1961 ഫസ്റ്റ് മാരേജ് ഡിവോഴ്സ് ആവുന്നുണ്ട്. തുടർന്ന് 61 തന്നെ MAക്ക് ജോയിൻ ചെയ്യുകയും 63 ഗ്രാജുവേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. മഹാശ്വേത ദേവിയുടെ റൈറ്റിങ്സിൽ ട്രൈബൽസിനെ പറ്റിയും അതുപോലെ തന്നെ സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളുടെ കഷ്ടപ്പാടുകളെ പറ്റിയാണ് പ്രധാനമായും പ്രതിപാദിച്ചിരുന്നത്. മാത്രമല്ല അതോടൊപ്പം തന്നെ ഇവരുടെ എല്ലാം ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിച്ചിരുന്ന ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ് മഹാശ്വേത ദേവി. ഒട്ടനവധി അവാർഡുകൾ മഹാശ്വേത ദേവിയുടെ വർക്ക്സിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് അമൃത പുരസ്കാർ, ശരത്ചന്ദ്ര മെമ്മോറിയൽ മെഡൽ, സാഹിത്യ അക്കാദമി അവാർഡ്, മക്സസെ അവാർഡ് ലഭിച്ചത് അരണ്യർ അധികാർ എന്ന് പറയുന്ന വർക്കിനാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സിവിലിയൻ ബഹുമതികളായ പത്മവിഭൂഷണും പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. ക്യാരക്ടേഴ്സിലോട്ട് വരുമ്പോൾ ഉത്തം ചന്ദ്, അത്യാഗ്രഹിയായ ഒരു ഭൂവുടമയാണ് ഉത്തം ചന്ദ്. ഇദ്ദേഹത്തിൻ്റെ ഭൂമിയിലാണ് ഈ ജുജാർ ട്രൈബൽസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ജുജാറാണ് പ്രധാനമായും ഈ സ്റ്റോറി നടക്കുന്ന വില്ലേജ്. പിന്നെ പൂർത്തി മുണ്ട, ഈ ജുജാർ വില്ലേജിലെ തന്നെ എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു ഗ്രാമവാസിയാണ് പൂർത്തി മുണ്ട. പിന്നെ ജുജാർ ട്രൈബൽസ് എക്കോയ എന്ന് പറയുമ്പോൾ ഒരു ഒറ്റയാനാണ്. ചെറുതിലെ തന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തായ എല്ലാ കാര്യങ്ങളും നോക്കുന്ന എന്നാൽ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഒറ്റയാൻ. സ്റ്റോറിയിലോട്ട് പോവാം. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ശർമിഷ്ഠ ഗുപ്ത എന്ന് നമ്മൾ പറഞ്ഞു, പബ്ലിഷ് ചെയ്ത് സാഹിത്യ അക്കാദമി. ഇത് നടക്കുന്നത് ജുജാർ എന്ന് പറയുന്ന ഒരു ട്രൈബൽ വില്ലേജിലാണ്. കാടിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കോൾഡ് റിവോൾട്ടൊക്കെ കഴിഞ്ഞ് 1977 ആകുമ്പോൾ പുതിയ മിനിസ്ട്രി ഇവിടെ വരും. അപ്പോഴാണ് ആ മിനിസ്ട്രിയിലുള്ള ചിലർ ഈ ട്രൈബൽസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ കുറച്ച് പേരെ അവെയറാക്കും. സംഭവം അവർ കാണുന്ന എന്തുവാന്ന് വെച്ചാൽ ഉത്തം ചന്ദ് എന്ന് പറയുന്ന ലാൻഡ് ലോഡിൻ്റെ കീഴിൽ കൂലിയൊന്നും ഇല്ലാതെയാണ് ഈ ട്രൈബൽസ് പണിയെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആ ട്രൈബൽസിൽ പൂർത്തിയും മുണ്ടയും 2 പേരും കൂടി ചേർന്നിട്ട് ഉത്തം ചന്ദിനെ കാണുകയും തങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ പാതി ഷെയർ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ഇത് കേട്ട് ദേഷ്യത്തിലായ ഉത്തം ചന്ദ് ഇവർ പോകുന്ന മാർക്കറ്റ്സ്, അതായത് ഉത്തം ചന്ദിൻ്റെ കീഴിലുള്ള മാർക്കറ്റിലാണ് ഇവരെല്ലാം സാധനം വാങ്ങാൻ പോകുന്നത്, അവിടെ ഉപ്പിനി വിൽക്കുന്നില്ലെന്ന് വിലക്കും. അതിനുശേഷം ഈ ട്രൈബൽസ് ഉപ്പിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അതായത് അവർ കോഴികളെ വിറ്റ് ഉപ്പ് വാങ്ങാൻ നോക്കി, ക്രോപ്സ് വിറ്റ് നോക്കി, പ്രാർത്ഥിച്ചു, ഒരു രക്ഷയില്ല. അങ്ങനെ ഇരിക്കുമ്പം ഈ ട്രൈബൽസിൽ ഒരു ചെറുപ്പക്കാരൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിനോട് ചോദിക്കും, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉപ്പിൻ്റെ ആവശ്യകത എന്തുവാണ്. അന്നേരം ആ റെപ്രസെൻറ്റേറ്റീവ് ഉത്തരം പറയുന്നതായിട്ട് ഇവർ ശരിക്കും ഞെട്ടി. ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന പോലെ ഫങ്ഷൻസ് ഓഫ് സോൾട്ട് എല്ലാം പറഞ്ഞു കൊടുത്തു. ഓസ്മോസിസ് ലെവല്, ബോഡി ബാലൻസ്, കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എക്സെട്ര എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയപ്പം ഇവർക്ക് കുറച്ചുകൂടി പേടിയായി. ഉപ്പിൻ്റെ ആവശ്യകത വളരെ അത്യാവശ്യം തന്നെയാണ്, ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പൂർത്തി മുണ്ട കാട്ടിലൊരു സാൾട്ട് ലിക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ട്രൈബൽസിനെ അറിയിച്ചു. സാൾട്ട് ലിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, കാട്ടിൽ തന്നെ നാച്ചുറലായിട്ട് കാണും, ഗ്രൗണ്ടിലെല്ലാം ഇങ്ങനെ ആനിമൽസിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണത്. അപ്പോൾ പൂർത്തിയും മുണ്ടയും ട്രൈബൽസും പ്ലാൻ ചെയ്യുന്നത് ആ ഉപ്പ് സഞ്ചിയിലാക്കി കൊണ്ടുവരാനാണ്. ആദ്യം തന്നെ പൂർത്തിമുണ്ട പറഞ്ഞു അവിടെ ഒരു എക്കോയ ഉണ്ടെന്ന്. എക്കോയ എന്ന് വെച്ചാൽ ലോൺ എലിഫൻ്റ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഇവർ പേടിച്ച് ഹെഡ്മാനൊക്കെ വാൺ ചെയ്ത് എക്കോയ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് പോകണമെന്ന്. ആദ്യമൊക്കെ പേടിയോടുകൂടി സൂക്ഷിച്ച് അവർ പോയി കുറേശ്ശെ സഞ്ചിയിലാക്കി കൊണ്ടുവരുമായിരുന്നു ഉപ്പ്. പിന്നെ ഇവർക്ക് അത്ര സൂക്ഷ്മത ഇല്ലാതായി. അങ്ങനെ ഒരു ദിവസം അതൊക്കെ നനഞ്ഞ് കിടക്കുന്ന കണ്ട് അപ്പം പൂർത്തിമുണ്ടയ്ക്ക് മനസ്സിലായി ആ ഒരു ആക്ട് കണ്ടപ്പം എലിഫൻറ്റിന് ഏതാണ്ട് കാര്യമൊക്കെ മനസ്സിലായെന്ന്. അങ്ങനെ തന്നെ അടുത്ത ദിവസം ആ എക്കോയ ഇവരുടെ വില്ലേജിലോട്ട് വരും രാത്രിയിൽ.
അപ്പം തന്നെ ഹെഡ്മാൻ പറയും, നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തോ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട് എക്കോയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിന്ന്. അതിനുശേഷം അവർ 3 പേര് കാട്ടിലേക്ക് ഉപ്പിനായിട്ട് പോവുകയും എക്കോയുടെ കണ്ണിൽ പെടുകയും എക്കോയ അവരെ 3 പേരെയും കൊല്ലുകയും ചെയ്തു. ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉപ്പിന് വേണ്ടി 3 പേർ മരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഉപ്പ് മോഷ്ടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അതും മൃഗങ്ങളുടെ ഉപ്പ്. അപ്പോൾ തന്നെ ഈ മൃഗം കൊന്നതിൻ്റെ പേരിൽ 3 പേരെയും കൊന്നതിൻ്റെ പേരിൽ ഒരു റോഗായിട്ട് ആ എക്കോയെ കാണും. റോഗെന്ന് പറയുമ്പോൾ അക്രമാസക്തമായ മൃഗങ്ങളെയാണ് റോഗെന്ന് പറയുന്നത്. ഈ റോഗിനെയൊക്കെ കൊല്ലാൻ ഫോറസ്റ്റുകാർക്ക് അധികാരമുണ്ട്. അങ്ങനെ ആ എക്കോയെ കൊല്ലും. അപ്പോൾ അവിടെ സ്റ്റോറി അവസാനിക്കുക. അവിടെയും ഹെഡ്മാൻ പറയുന്നുണ്ട്, ഈ അർബൻസ്, അതായത് നഗരവാസികൾക്ക് അറിയത്തില്ല ഗ്രാമവാസികളുടെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും. അതും ഉപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു ഈ സ്റ്റോറിയിൽ കാണിക്കുന്നത്. ഏറ്റവും ലാസ്റ്റിൽ തന്നെ 3 പേരും മരിച്ചു ഉപ്പിന് വേണ്ടിയിട്ട്. അപ്പം ആ ഡെത്ത് ആൻഡ് ലൈഫ് ബാറ്റിൽ എന്നുള്ളത് ഈ സ്റ്റോറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യനൊക്കെ വന്നാൽ മസ്റ്റായിട്ടും എഴുതേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട തീംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത സ്ക്രീനിൽ കാണിച്ച് പറയാം. എക്കോയയുടെ സിഗ്നിഫിക്കൻസ് ചോദിക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ്, ഓട്ടോണോമി, പവർ എന്നൊക്കെ പറയാം. അത് സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അവരുടെ, അതായത് എലിഫൻസിൻ്റെയും അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഹാബിറ്റാറ്റിലേക്ക് ചെല്ലുമ്പോൾ മനുഷ്യരാണ് ചെല്ലുന്നത്. മനുഷ്യർക്കൊരവകാശവും ഇല്ല അവരുടെ സാൾട്ട് എടുക്കാനായിട്ട്. അപ്പം ഉറപ്പായിട്ടും ആനിമൽസ് റെസിസ്റ്റ് ചെയ്തിരിക്കും. ആദ്യം തന്നെ ഒരു വാണിംഗ് എന്നോണം വില്ലേജിലെല്ലാം വന്നിട്ട് പോകും. എന്നിട്ടും വീണ്ടും ഈ മനുഷ്യർ അങ്ങോട്ട് ചെന്നപ്പോഴാണ് അവരെ അറ്റാക്ക് ചെയ്തത്. അതിൽ തന്നെ ആ പവറും ഓട്ടോണോമിയും എല്ലാം കാണിക്കുന്നുണ്ട്. സോൾട്ടിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്, ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. സംഭവം തുടങ്ങുന്നത് തന്നെ ട്രൈബൽസിൽ ഒരാൾ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിനോട് ചോദിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ. അവിടെ ആ റെപ്രസെൻറ്റേറ്റീവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബോഡിയിൽ സാൾട്ട് എത്രത്തോളം വേണം എന്നുള്ളത് സ്ക്രീനിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങൾ തന്നെ. അതുകൂടാതെ ആദ്യം ഈ ഉത്തം ചന്ദ് സോൾട്ട് എല്ലാം മാർക്കറ്റ്സിൽ റെസ്ട്രിക്റ്റ് ചെയ്തു. അവിടെ തൊട്ടുള്ള കാര്യങ്ങളും സിഗ്നിഫിക്കൻസിൽ വരുന്നത് തന്നെയാണ്. റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ക്രോപ്സും ഹെൻസും മൃഗങ്ങൾ, ചെറിയ ചെറിയ മൃഗങ്ങളെല്ലാം ബാർട്ടർ ചെയ്തിട്ട് അവർ സോൾട്ട് വാങ്ങി. അതിനുശേഷം കുറേ പ്രാർത്ഥിച്ചു. അതും കഴിഞ്ഞ് ഒടുവിൽ പൂർത്തി മുണ്ട ഉൾപ്പെടെ ഉള്ളവർ കാട്ടിൽ പോയി സാൾട്ടിൽ നിന്ന് സാൾട്ട് മോഷ്ടിച്ചുകൊണ്ട് വന്നു മൃഗങ്ങളിൽ നിന്ന്. അവിടെ വരെയുള്ള കാര്യങ്ങൾ സോൾട്ടിൻ്റെ സിഗ്നിഫിക്കൻസ് കാണിക്കുന്നുണ്ട്. തീംസിലോട്ട് വരുമ്പം ആദ്യം തന്നെ എക്സ്പ്ലോയിറ്റേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. സ്റ്റോറി തുടങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു കോൾ റിവോൾട്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതും ഈ ട്രൈബൽസിൽ പെടുന്ന ഒരു കോൾ എന്ന് പറയുന്ന ട്രൈബിനെ തുരത്തി ഓടിച്ച കാര്യമാണ്. അത് കഴിഞ്ഞ് ഉത്തം ചന്ദ് നമ്മുടെ ചുജാറിലെ പീപ്പിളിനെ കൊണ്ട് ഫോഴ്സ്ഡ് ലേബർ ചെയ്യിച്ചു. അതും ഒരു എക്സ്പ്ലോയിറ്റേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ അവരുടെ ഒപ്രഷനെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ റിസോഴ്സ് ഡിപ്രവേഷൻ, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും സോൾട്ട് എന്ന് പറയുന്ന അവരുടെ ഒരു റിസോഴ്സ് ആയിരുന്നു. അതങ്ങ് റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ച്. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ, ഈ ഉത്തം ചന്ദിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പം ആ ദേഷ്യത്തിന് സോൾട്ട് റെസ്ട്രിക്റ്റ് ചെയ്തു. അടുത്തത് ഡുവാലിറ്റി ഓഫ് നേച്ചറാണ്. ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവരുടെ എക്സിസ്റ്റൻസിനും അവർക്ക് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് സോൾട്ടിലേക്ക് തേടി പോയപ്പോഴാണ് എക്കോയുടെ അറ്റാക്ക് ഉണ്ടായത്. അപ്പോൾ അവിടെ തന്നെ 2 കാര്യങ്ങളാണ് കാണിക്കുന്നത്. എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള സാൾട്ടിലേക്കും ആ സാൾട്ടിലേക്ക് എടുക്കാൻ ചെന്നപ്പോൾ അവർക്കുണ്ടായ മരണവും എക്കോയുടെ അറ്റാക്കും. അപ്പോൾ സെയിം ടൈം 2 കാര്യങ്ങൾ, എക്സിസ്റ്റൻസും ഡേഞ്ചറും. അപ്പോൾ ഈ കഥ അവസാനിക്കുമ്പോഴും ഇവിടുത്തെ ട്രൈബൽസിൻ്റെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പ്രതിവിധി കണ്ടുകൊണ്ടല്ല അവസാനിക്കുന്നത്. അതുമാത്രമല്ല, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരനായ ഉത്തം ചന്ദ് അയാളുടെ സുപ്രീമസിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ എപ്പോഴായാലും ബാക്ക്വേർഡിലുള്ളവരും ട്രൈബൽസും എല്ലായ്പ്പോഴും ഒപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒന്നും നിലയിൽ ഒരു മാറ്റവും ഇല്ലെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്.